ഇത് ഏതൊക്കെ അസുഖങ്ങളിലെ ശ്വാസമുട്ടൽ അല്ലെങ്കിൽ ബ്രെത്ത്ലെസ്നെസ് ഒരു സിംറ്റമായിട്ട് രോഗലക്ഷണമായിട്ട് വരുമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ബ്രെത്ത്ലെസ്നെസ് എപ്പോഴും അല്ലെങ്കിൽ ശ്വാസമുട്ടൽ എപ്പോഴും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് അസുഖങ്ങളുണ്ട്, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ. അപ്പോൾ അതിൽ ഏത് ഡിസീസ് ആണെങ്കിലും മിക്ക അസുഖങ്ങളിലും ശ്വാസമുട്ടൽ ഒരു പ്രധാന ലക്ഷണമായിട്ട് വന്നേക്കാം. അതിനകത്ത് മെയിൻ കോമൺ ആയിട്ടുള്ളത് COPD, ബ്രോങ്കിയൽ ആസ്മ, ബ്രോങ്കിയെക്ടാസിസ്, ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ്, അല്ലെങ്കിൽ ആസ്പെജിലോസിസ്, അല്ലെങ്കിൽ ട്യൂബർകുലോസിസ്, ന്യൂമോണിയ, അങ്ങനെ ഏത് അസുഖങ്ങൾ വന്നാലും ശ്വാസകോശ സംബന്ധമായിട്ട് വന്നാലും ശ്വാസമുട്ടൽ വന്നേക്കാം. അപ്പോൾ ആസ് പേഷ്യൻസ് ഇപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്വാസമുട്ടൽ വരുന്ന സമയത്ത് മിക്ക പേഷ്യൻസും എപ്പോഴും പോയിട്ട് ഒരു നെബുലൈസേഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ഒരു നെബുലൈസേഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുക. അപ്പോൾ മിക്കപ്പോഴും അവരൊരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ടായിരിക്കും ശ്വാസമുട്ടലിന് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ശ്വാസമുട്ടൽ എന്ത് അസുഖം കൊണ്ടാണ് വരുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ട്യൂബർകുലോസിസ് ആണ് നിങ്ങൾക്കെങ്കിൽ, നിങ്ങൾക്ക് കുറേ കാലങ്ങളായിട്ട് ശ്വാസമുട്ടലുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ പ്രധാന കാരണം നിങ്ങൾക്ക് TB ആണ്, ട്യൂബർകുലോസിസ് ആണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പേഷ്യൻസ് എന്ത് ചെയ്യും, കാലങ്ങളായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നെബുലൈസേഷൻ എടുത്തുകൊണ്ടിരിക്കും, ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കും. എക്സ്റേ എടുക്കാൻ ചിലപ്പോൾ വില്ലിങ് ആയിരിക്കില്ല, എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ എക്സ്റേ എടുക്കുന്നുണ്ടാവില്ല, കഫം പരിശോധിക്കണമെന്ന് പറഞ്ഞാലും കഫം പരിശോധിക്കുന്നുണ്ടാവില്ല. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നിങ്ങളുടെ TB ഒരുപാട് അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് ഒരുപാട് പ്രോഗ്രസ് ചെയ്തതിന് ശേഷമായിരിക്കും, അതായത് അതിൻ്റെ സിംറ്റംസ് ഒക്കെ കൂടി ലാസ്റ്റ്, അതായത് ഒരുപാട് കഫമൊക്കെ വന്ന് ശ്വാസമുട്ടലൊക്കെ കൂടുന്ന ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡയഗ്നോസിസ് കിട്ടുന്ന, രോഗം കണ്ടുപിടിക്കപ്പെടുന്നത് അപ്പോഴായിരിക്കും. അതുപോലെ തന്നെ ന്യൂമോണിയ വരുന്ന പേഷ്യൻസിന് ചിലപ്പോൾ ആദ്യം തുടക്കത്തിലേ ചിലപ്പോൾ അവർക്ക് ശ്വാസമുട്ടലുണ്ടായേക്കാം, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ശ്വാസമുട്ടലുണ്ടാകുന്നത്. അപ്പോൾ ഈ മിക്ക പേഷ്യൻസും ശ്വാസമുട്ടലിന് നിങ്ങൾക്ക് എപ്പോൾ വന്നാലും നിങ്ങളതിൻ്റെ ഒരു താൽക്കാലിക ആശ്വാസമായിട്ട് ഇഞ്ചക്ഷൻസും നെബുലൈസേഷൻസും ഒന്നും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ചെയ്യാതിരിക്കാം. കാരണം അത് അതിൻ്റെ ഒരു പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആവുന്നില്ല, താൽക്കാലിക ആശ്വാസം മാത്രമേ ആവുന്നുള്ളൂ. അതുപോലെ ഈ ശ്വാസമുട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശ്വാസകോശത്തിൻ്റെ ഒരു അസുഖമാണ് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ്, അല്ലെങ്കിൽ പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയും. പൾമണറി ഫൈബ്രോസിസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് ശ്വാസമുട്ടൽ ഒരുപാട് കാലം കൊണ്ട് ഉണ്ടായി പ്രോഗ്രസ് ചെയ്ത് വരുന്ന, കൂടി വരുന്ന ശ്വാസമുട്ടലായിരിക്കും. അതിനകത്ത് വേറൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഡ്രൈ കോഫ് ആയിരിക്കും, അവർക്ക് കഫം ഉണ്ടാവത്തില്ല, ചുമയുണ്ടാവും, പക്ഷേ കഫം ഇല്ലാത്ത രീതിയിലുള്ള ചുമയായിരിക്കും അവർക്കുണ്ടാകുന്നത്. അപ്പം ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ നെബുലൈസേഷൻ എടുത്താലും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്താലും ഒന്നും ഈ ശ്വാസമുട്ടലിന് വ്യത്യാസമൊന്നും വരത്തില്ല. കാരണം അത് ലങ്സിൻ്റെ, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഇൻറ്റർസ്റ്റീഷ്യം എന്ന് പറയുന്ന ഒരു ഭാഗം, അനാറ്റമിക്കലി ഇൻറ്റർസ്റ്റീഷ്യം എന്ന് പറയുന്ന ഒരു ഭാഗത്തിനെ എഫക്റ്റ് ചെയ്യുന്ന അവിടെ ഫൈബ്രോസിസ് വരുന്ന ഒരു അസുഖമാണ് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ്. അപ്പോൾ നമ്മൾ അത് നെബുലൈസേഷൻ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റേ അല്ല. അതുപോലെ തന്നെ വേറെ ഇപ്പം ശ്വാസമുട്ടൽ വരുന്ന ഒരു രോഗാവസ്ഥയാണ്, അതായത് ഹാർട്ടിൻ്റെ, ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗമുണ്ടെങ്കിലും നിങ്ങൾക്ക് ശ്വാസമുട്ടൽ വരാം. അതിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന പേഷ്യൻസിന് ശ്വാസമുട്ടൽ ഉണ്ടാവാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ പൾമണറി എംബോളിസം, അതായത് എവിടെന്നെങ്കിലും നിങ്ങളുടെ ബ്ലഡ് വെസൽസ് എവിടെയെങ്കിലും ക്ലോട്ട് ആവും, ഫാറ്റ് ഗ്ലോബ്യൂൾസ് വന്നിട്ട് അതിനെ തടസ്സപ്പെടുത്തുന്ന രീതി, ക്ലോട്ട് പോലെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അസുഖമാണ് പൾമണറി എംബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നാലും നിങ്ങൾക്ക് ശ്വാസമുട്ടൽ വരാം. അതുപോലെ ജന്മന ഹാർട്ടിന് എന്തെങ്കിലും അസുഖങ്ങളുള്ള, ഹാർട്ടിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹാർട്ടിൽ സുഷിരം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ASD അതുപോലത്തെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ശ്വാസമുട്ടൽ വരാം. അപ്പോൾ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലും ശ്വാസമുട്ടൽ വരാം. അതിൽ ഹൃദയത്തിൻ്റെ മുകളിലൊരു ലെയർ, അതായത് അതിൻ്റെ ലെയറിൽ ഇൻഫെക്ഷൻ വന്നു, വൈറൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് അവിടെ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടാവും. ഫ്ലൂയിഡ് കളക്ഷൻ, അതായത് നീര് വയ്ക്കുന്ന പോലെ ഫ്ലൂയിഡ് കളക്ഷൻ ചില വൈറൽ ഡിസീസിൽ വരും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ശ്വാസമുട്ടൽ വരാം. അപ്പോൾ ഈ ശ്വാസമുട്ടലിൻ്റെ റീസൺ എപ്പോഴും പല രീതിയിലായിരിക്കും. മോസ്റ്റ് കോമൺ ആയിട്ട് ബ്രോങ്കിയൽ ആസ്മ ആണ് പേഷ്യൻ്റ് അവെയർ ആയിട്ടുള്ളതെന്ന് വെച്ചതുകൊണ്ട് പേഷ്യൻ്റ് അവെയർ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു ടെൻഡൻസി എപ്പോഴും ഉണ്ട്, നെബുലൈസേഷൻ എടുക്കുമ്പോൾ അത് മാറും, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ മാറും. പിന്നീട് ശ്വാസമുട്ടൽ മാറിക്കഴിയുമ്പോൾ പിന്നീട് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഫർദർ ഇവാലുവേഷൻ, പിന്നീട് അങ്ങോട്ടുള്ള എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കുക, CT സ്കാൻ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കപ്പാസിറ്റി നോക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും മിക്ക പേഷ്യൻസും ചെയ്യുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളുടെ ഈ എന്തെങ്കിലും ഒരു ശ്വാസകോശ സംബന്ധമായ രോഗം കൊണ്ടാണ് ശ്വാസമുട്ടൽ വരുന്നതെങ്കിൽ ഒരുപാട് നാൾ അത് കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് കണ്ടുപിടിക്കുന്ന സമയത്ത് ആ ഡിസീസ് ഏതായാലും അത് ഒരുപാട് പ്രോഗ്രസ് ചെയ്ത് കാണും, അതിൻ്റെ സിവിയറിറ്റി കൂടിയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ശ്വാസമുട്ടൽ വരുന്ന സമയത്ത് നിങ്ങളെപ്പോഴും അത് എന്തുകൊണ്ടാണ് ശ്വാസമുട്ടൽ വരുന്നത്, ഒരു പൾമണോളജിസ്റ്റിനെ കണ്ടിട്ട് അതിനൊരു പ്രോപ്പർ ഡയഗ്നോസിസ് ആണ്. എന്തുകൊണ്ടാണ്, ശ്വാസകോശ സംബന്ധമായ രോഗം കൊണ്ടാണോ നിങ്ങൾക്ക് ശ്വാസമുട്ടൽ വന്നത്, ഹൃദയ സംബന്ധമായ രോഗം കൊണ്ടാണോ ശ്വാസമുട്ടൽ വന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ലങ് ക്യാൻസറിൻ്റെ
കേസിൽ ലങ് ട്യൂമറൊക്കെ വലിയതാവുകയാണെങ്കിൽ, അതായത് അതിൻ്റെ സൈസൊക്കെ വലുതാവുകയാണെങ്കിലും നിങ്ങൾക്ക് ശ്വാസം മുട്ടൽ വന്നേക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് നാൾ നമുക്ക് ഡയഗ്നോസിസ് കിട്ടിയില്ല, നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഈ ട്യൂമറൊക്കെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജൊക്കെ ആയി സൈസൊക്കെ വലുതാവുമ്പോഴായിരിക്കും ശ്വാസം മുട്ടൽ കൂടുന്ന ഒരവസ്ഥയിലായിരിക്കും അത് കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ ശ്വാസം മുട്ടൽ വരുന്ന പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സ്റേ എടുത്ത് നോക്കാൻ ഡോക്ടർ പറയുകയാണെങ്കിൽ, പൾമണോളജിസ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്റേ എടുത്ത് നോക്കണം. അതുപോലെ അതിനൊരു പ്രോപ്പർ ഡയഗ്നോസിസ് ഡോക്ടർ തന്നിരിക്കുന്ന മെഡിസിൻസ് അല്ലാതെ നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യാൻ, ഒരിക്കലും നിങ്ങൾ ശ്വാസം മുട്ടലിനെ ഒരു ചെറിയൊരു അസുഖമാണെന്നുള്ള രീതിയിൽ എടുത്തിട്ട് സ്വന്തമായി ട്രീറ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ചെറിയ രീതിയിലുള്ള ശ്വാസം മുട്ടലൊക്കെ നമുക്ക് മെഡിസിൻസ് വെച്ചിട്ട് ചിലപ്പോൾ ട്രീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, ഏത് രോഗമാണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ട്. പക്ഷേ പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ സാച്ചുറേഷൻ, അതായത് ഓക്സിജൻ്റെ കണ്ടൻറ്റ് നിങ്ങളുടെ ബ്ലഡിൽ കുറയും, പിന്നീട് നിങ്ങൾക്ക് ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമായിട്ട് വരികയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിന് പോകുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു ശ്വാസം മുട്ടലുള്ള പേഷ്യൻസ് എപ്പോഴും നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോയി, ഹോസ്പിറ്റലിൽ പോയിട്ട്, പൾമണോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്കൊരു ഡയഗ്നോസിസ് എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണം, പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, നിങ്ങൾ പ്രോപ്പർ ഫോളോ അപ്പ് എടുക്കണം. അതായത് ഡോക്ടർ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ ഫോളോ അപ്പിന് ചെന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബ്രെത്ത്ലെസ്നെസ്, അതായത് ഒരു ഡോക്ടറിന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ശ്വാസം മുട്ടൽ കുറവുണ്ടോ, മെഡിസിൻസിന് നിങ്ങളുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മെഡിസിൻ്റെ ഡോസ് കൂട്ടണോ, അല്ലെങ്കിൽ മെഡിസിൻ ചേഞ്ച് ചെയ്യണോ. ഇപ്പോൾ ഇൻ കേസ് ഓഫ് ഇൻഹേലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇൻഹേലേഴ്സ് ചേഞ്ച് ചെയ്യണോ, ഡോസ് കൂട്ടണോ. അപ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബ്രെത്ത്ലെസ്നെസ് ഉള്ള പേഷ്യൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെത്ത്ലെസ്നെസ് എപ്പോഴും നിങ്ങൾക്ക് ഒരു അറിവുണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ ഏത് അസുഖം കൊണ്ടാണ് നിങ്ങൾക്ക് ബ്രെത്ത്ലെസ്നെസ്, അതായത് ശ്വാസകോശത്തിൻ്റെ തന്നെ രോഗം കൊണ്ടാണോ നിങ്ങൾക്ക് ശ്വാസം മുട്ടലുള്ളത്, അതല്ല ഹൃദയ സംബന്ധമായ രോഗം കൊണ്ടാണോ ശ്വാസം മുട്ടലുള്ളത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റീസൺ കൊണ്ടാണോ നിങ്ങൾക്ക് ശ്വാസം മുട്ടൽ വരുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം.